ഇന്നത്തെ സെഷനിൽ നമുക്കൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കാം. ഈ വർഷത്തെ സിലബസിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളൊന്ന് തുടങ്ങുന്നത്. ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ നോക്കൂ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നാണ്. രണ്ട് ടേംസ് ശ്രദ്ധിക്കുക, ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ മലയാളം പാരമ്പര്യം എന്നാണ്, വേരിയേഷൻ വ്യതിയാനം. അപ്പോൾ നമ്മൾ മലയാളം മീഡിയം കുട്ടികൾ പാരമ്പര്യം വ്യതിയാനം എന്നായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. എനിവേ ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഈ ചാപ്റ്ററിൽ ഏതെല്ലാം ടോപ്പിക്സ് ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. ഫസ്റ്റ് വൺ ജനറ്റിക് ടെർമിനോളജി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഇവിടെ ഈ ഒരു ടോപ്പിക്കിൻ്റെ പ്രത്യേകത, ഇങ്ങനൊരു ടോപ്പിക്ക് നിങ്ങൾ പ്രത്യേകമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കാണില്ല. ഇത് എന്തിനാണ് ഞാൻ ഇങ്ങനൊരു ടോപ്പിക് ഇട്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചാപ്റ്ററിൽ ഉടനീളം ഉപയോഗിക്കുന്ന ജനറ്റിക് ടേംസിനെ ആദ്യം തന്നെ ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇത് പറയുമ്പം കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്, മനസ്സിലാക്കുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചാപ്റ്റർ മനസ്സിലാക്കുന്നതിന് ചില സൗകര്യങ്ങൾ ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് അങ്ങനെ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വൺ മെൻഡേലിയൻ എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ലോസ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണത്. തേർഡ് വൺ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഫോർത്ത് വൺ കോ ഡോമിനൻസ് ആൻഡ് മൾട്ടിപ്പിൾ അലീലിസം. ഇതൊക്കെ പോസ്റ്റ് മെൻഡേലിയൻ കോൺസെപ്റ്റുകളാണ്. ദെൻ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ, പോളിജീനിക് ഇൻഹെറിറ്റൻസ് ആൻഡ് പ്ലിയോട്രോപ്പി, സെക്സ് ഡിറ്റർമിനേഷൻ, മ്യൂട്ടേഷൻ ആൻഡ് ജനറ്റിക് ഡിസോർഡേഴ്സ്. അപ്പോൾ ഇങ്ങനെ 10 ടോപ്പിക്സ് ആണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇതിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ട് പറയാവുന്നത് ഈ പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കായ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നതാണ്. സോ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ടോപ്പിക്കിനെയാണ് ഏറ്റവും ആദ്യം, പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇതിനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യത്തെ ടോപ്പിക്കിലേക്ക് തന്നെ നമുക്ക് പോകാം. ജനറ്റിക് ടെർമിനോളജി എന്ന് പറയുന്ന ടോപ്പിക് ഏതെല്ലാം ടേംസിനെയാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ ടോപ്പിക് നമുക്ക് ഇൻഹെറിറ്റൻസ് എന്ന് തന്നെ എടുക്കാം. ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പാരമ്പര്യം എന്ന്. ഹൗ ക്യാൻ വി ഡിഫൈൻ ഇറ്റ്? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ക്യാരക്ടേഴ്സ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് characters are passed on from parents to offsprings എന്ന് പറയാം. അങ്ങനെ രക്ഷിതാക്കളിൽ നിന്നും സന്താനങ്ങളിലേക്ക് ക്യാരക്ടേഴ്സ് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഞാൻ ആ പറഞ്ഞ പോയിന്റ് ഹൈലൈറ്റ് ചെയ്ത് നോക്കുക. പ്രോസസ്സിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹെറിഡിറ്റിയാണ്. ഹെറിഡിറ്റി പലപ്പോഴും ഇത് എന്താ പറയുക, പരസ്പരം മാറി ഉപയോഗിക്കുന്ന രണ്ട് ടേംസാണ്, ഹെറിഡിറ്റി ആൻഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഹെറിഡിറ്റി എന്ന് പറയുന്നത് പാരമ്പര്യം തന്നെയാണ്. പക്ഷെ എന്താണത് യഥാർത്ഥത്തിൽ? ഹെറിഡിറ്റി എന്ന് പറയുന്ന ടേമിന് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു സെക്കൻഡ് ടേമായി ഇവിടെ എഴുതുവാണെങ്കിൽ അതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഹെറിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ദ ഓഫ് സ്പ്രിങ്സ് ടു റിസംബിൾ വിത്ത് ദെയർ പാരൻസ് എന്നാണ് പറയുക. അതായത് സന്താനങ്ങൾക്ക് മക്കൾക്ക് അവരുടെ പാരൻസുമായുള്ള സാമ്യതകളെയാണ് ഹെറിഡിറ്റി എന്ന് പറയുക. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചില കുട്ടികളൊക്കെ ജനിച്ച ഉടനെ തന്നെ നമ്മൾ പറയും, കണ്ട ഉടനെ നമ്മൾ പറയും, ഇത് അച്ഛനെ പോലെ തന്നെയാണ്, അല്ലെ അമ്മയെ പോലെ തന്നെയാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഏത് ഏജിലും പറയാറുണ്ട്, അവളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, അല്ല അവനെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന ആളാണ്, ഇന്ന ആളുടെ മകളാണ് എന്ന് പറയാറില്ലേ. അത് ടോട്ടലി ഐഡൻറ്റിക്കൽ, കംപ്ലീറ്റ്ലി ഐഡൻറ്റിക്കൽ ആയിട്ടല്ല, അതുപോലെയല്ല. പക്ഷേ ചില ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, മൂക്കോ കണ്ണോ ചില ഭാഗങ്ങളോ ഒക്കെ തന്നെ അച്ഛനെ പോലെയോ അമ്മയെ പോലെയോ അല്ലെങ്കിൽ അച്ഛനെ പോലെയോ ഒക്കെ കാണാം നമുക്ക്. ഇങ്ങനെ ആ പാരൻസിൽ നിന്നും ഏതോ ചില ക്യാരക്ടേഴ്സ് കുട്ടികൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അത് എല്ലാ ജീവികളിലും ഉണ്ട്. ഒരു എലിഫൻറ്റിന് ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടി എലിഫൻറ്റിനെ പോലെ തന്നെയാണല്ലോ ഇരിക്കുന്നത്, മറ്റൊരു ജീവിയെ പോലെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പക്ഷേ യഥാർത്ഥത്തിൽ അത് ഐഡൻറ്റിക്കൽ അല്ല, യഥാർത്ഥത്തിൽ ഒരുപാട് ഡിഫറൻസസ് അവിടെ ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ പാരൻസിൽ നിന്നും കുട്ടികൾ കിട്ടുന്നു. ആ കിട്ടിയ കാര്യങ്ങളെയാണ്, കിട്ടിയ ക്യാരക്ടേഴ്സിനെയാണ് ഹെറിഡിറ്റി എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ?
ഹെറിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ദ ഓഫ് സ്പ്രിങ്സ് ടു റിസംബിൾ വിത്ത് ദെയർ പാരൻസ് അല്ലെങ്കിൽ ടു റിസംബിൾ ഈച്ച് അതർ. അതായത് മക്കൾ തമ്മിലോ മക്കൾ പാരൻസുമായോ ഉള്ള സാമ്യതകളെയാണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇൻഹെറിറ്റൻസ് എന്തായിരുന്നു? ഇങ്ങനെ കിട്ടുന്ന സാമ്യതകളുണ്ടല്ലോ, ആ കിട്ടുന്ന പ്രോസസ്സിനെയാണ്, പാരൻസിൽ നിന്നും കുട്ടിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രോസസ്സാണ്, ഇത് അതിൻ്റെ പ്രോഡക്റ്റായിട്ട് നമുക്ക് പറയാം. ഇവിടെ രണ്ട് വാക്കുകൾ ഞാൻ ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. അതിലൊന്നെന്ന് പറയുന്നത് ഓഫ് സ്പ്രിങ് എന്ന് പറയുന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഓഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഞാനത് മലയാളം പറഞ്ഞ സന്താനം എന്നാണ്. പക്ഷേ അതിനെ ഡിഫൈൻ ചെയ്ത് പറയുവാണെങ്കിൽ പ്രോജനീസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ലൈംഗിക പ്രത്യുൽപാദനം വഴി ഉണ്ടാകുന്ന മക്കളെയാണ് ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. അല്ലാത്ത കേസിൽ നമുക്ക് ഓഫ് സ്പ്രിങ്സ് പറയാറില്ല. അപ്പോൾ ആ വാക്കൊന്ന് പരിചയപ്പെട്ട് വെക്കുക. ഓൾറെഡി സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ടേമും കൂടി, തേർഡ് ടേമായി ഏതെടുക്കാം? വേരിയേഷൻ എടുക്കാം. വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ദ ടെൻഡൻസി ഓഫ് ദ ഓഫ് സ്പ്രിങ്സ് ടു ഡിഫർ ഫ്രം ദെയർ പാരൻസ് എന്ന് പറയാം. അതായത് മക്കളെ കണ്ട എക്സാക്ട്ലി അച്ഛനോ അമ്മയോ അല്ല, ഏതോ ചില ഫീച്ചേഴ്സ് സിമിലർ ആണ്, എന്നാൽ പലതും ഡിഫറെൻ്റ് ആണ്. ആ വ്യതിയാനങ്ങളെയാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 ടേംസ് ഇൻഹെറിറ്റൻസ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ പറഞ്ഞു. ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ 3ൻ്റെ ഡെഫിനിഷൻസ് ഒന്ന് എഴുതി വെക്കുക. 4ാമത്, ഓൾറെഡി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ച മറ്റൊരു വാക്കാണ്, ടേമാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ക്യാരക്ടർ എന്താണ്? ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറയുന്നത് ക്യാരക്ടർ, അയാളുടെ ക്യാരക്ടർ ശരിയാണെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഒരു ക്യാരക്ടറാണോ യഥാർത്ഥത്തിൽ ഇതെന്ന് പറയുന്നത്? ഇവിടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫീച്ചർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഫീച്ചർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഇപ്പോൾ മനസ്സിലാകും എന്താണെന്ന്? ഇപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. എന്താണ് ഫീച്ചർ? ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഫീച്ചർ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഫീച്ചർ, ഇതൊക്കെയാണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോഴും നമുക്ക് ക്ലാരിറ്റി വരില്ല എന്താണ് യഥാർത്ഥത്തിൽ. ഒരു ഉദാഹരണം പറയാം, ഒരു ഫിസിക്കൽ ഫീച്ചർ പറയാം. ഹൈറ്റ് ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെ ഉയരം എന്ന് പറയുന്നത് ക്യാരക്ടറിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. ഹൈറ്റ് ഓഫ് എ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ഹൈറ്റ് കൂടുതലാവാം, ഹൈറ്റ് കുറവാവാം, പലതരത്തിലാവാം, ഏതോ ആവട്ടെ, ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. രണ്ടാമത്തെ നമുക്ക് എന്ത് പറയാം? സ്കിൻ കളർ പറയാം. സ്കിൻ കളർ, തൊലിയുടെ നിറം എന്ന് പറയുന്നത്, അത് ചുവപ്പോ കറുപ്പോ വെളുപ്പോ എന്തോ ആവട്ടെ, സ്കിൻ കളർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ഇത് രണ്ടും ഞാൻ ഫിസിക്കൽ ഫീച്ചേഴ്സാണ് പറഞ്ഞത്. വേണേ ഒന്നും കൂടി പറയാം നമുക്ക്. ഹെയർ ടൈപ്പ് നമുക്ക് പറയാം. മുടിയുടെ ടൈപ്പ്, ചിലത് കേളി ഹെയർ ആയിരിക്കും, ചില സ്ട്രെയിറ്റ് ആയിരിക്കും, പലതരത്തിലുള്ള മുടി ഉണ്ടാവും ഒരാൾക്ക്. പക്ഷെ എന്തോ ആവട്ടെ, ആ ഹെയർ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. ഇതൊക്കെ ഫിസിക്കൽ ക്യാരക്ടേഴ്സാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ മൂക്കിൻ്റെ ഷേപ്പ് പറയാം. നോസ് ഷേപ്പ് എന്ന് പറയുന്നത് പല ഷേപ്പ് ആവാം. ഇനി നോസ് ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇവിടെ ഫിസിക്കലാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. ഫിസിയോളജിക്കൽ ചിലപ്പോൾ നമുക്ക് പറഞ്ഞാൽ അത്ര തന്നെ അങ്ങ് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, എങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ വേണേൽ പറയാം. ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ്. ബ്ലഡ് ഗ്രൂപ്പ് O ആവാം, A ആവാം, B ആവാം, AB ആവാം, എന്തോ ആവട്ടെ, ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എങ്കിലും ഒരു ഐഡിയ കിട്ടി തുടങ്ങി കാണും എന്താണെന്നുള്ളത്. ഇവിടെ മറ്റൊരു ടേം കൂടി പറയുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ക്യാരക്ടർ നിങ്ങൾ ഡെഫിനിഷനായി ഓർത്തിരിക്കേണ്ടത് ഇറ്റ് ഈസ് ദ ഫീച്ചർ, ഐ മീൻ ഫിസിക്കൽ ഓർ ഫിസിയോളജിക്കൽ ഫീച്ചർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ആൻഡ് ഐ ഗേവ് യു എക്സാമ്പിൾസ്. നമുക്ക് അടുത്ത ടേമിലേക്ക് പോവാം. നോക്കണേ, അടുത്ത ടേം ശ്രദ്ധിച്ചോളൂ. ട്രെയ്റ്റ് എന്നാണ്. ട്രെയ്റ്റ് പലപ്പോഴും നമ്മൾ ജനറ്റിക്സ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഹെറിഡിറ്റിയും ഇൻഹെറിറ്റൻസും പറഞ്ഞതുപോലെ ക്യാരക്ടറും ട്രെയ്റ്റും മാറി മാറി യൂസ് ചെയ്യും. അപ്പോൾ പലപ്പോഴും അതിൻ്റെ ക്ലാരിറ്റി കിട്ടാതെ കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ തുടക്കത്തിൽ ഇത് മനസ്സിലാക്കി വെക്കുക. എന്താണ് ട്രെയ്റ്റ്? ട്രെയ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഹെറിറ്റഡ് ക്യാരക്ടർ എന്ന് പറയാം. ഇറ്റ് ഈസ് ആൻ ഇൻഹെറിറ്റഡ് ക്യാരക്ടർ. ഇൻഹെറിറ്റഡ് ക്യാരക്ടർ എന്താണത്? ഇൻഹെറിറ്റഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പാരമ്പര്യമായി നമുക്ക് കിട്ടുന്ന ക്യാരക്ടർ. ഫോർ എക്സാമ്പിൾ, എൻ്റെ സ്കിൻ കളർ ഡാർക്കാണ് എന്ന് ഞാൻ പറയുന്നു, അല്ല നിങ്ങൾ പറയുന്നു. അപ്പം സ്കിൻ കളർ ഡാർക്ക്, അപ്പം സ്കിൻ കളർ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. പക്ഷേ ആ ഡാർക്ക് എന്ന് പറയുന്നത് അവിടെ ട്രെയ്റ്റ് ആണ്. എനിക്ക് പാരമ്പര്യമായി കിട്ടിയ ആ ക്യാരക്ടർ ഉണ്ടല്ലോ, ദാറ്റ് ക്യാരക്ടർ ഇസ് ട്രെയ്റ്റ്. അപ്പോൾ ഇൻഹെറിറ്റഡ് ക്യാരക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ സ്കിൻ കളർ നമ്മളൊരു എക്സാമ്പിളായി, ക്യാരക്ടറിന് എക്സാമ്പിളായി പറയുമ്പോൾ അതിൻ്റെ ട്രെയ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഡാർക്ക് പറയാം, അല്ലെങ്കിൽ വൈറ്റ് പറയാം, അല്ലെങ്കിൽ ബ്രൗൺ പറയാം, അങ്ങനെയൊക്കെ പറയാം. അപ്പം ഹൈറ്റ് എന്ന് പറയുന്നതിന് ഒരു ക്യാരക്ടറാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ടോൾ എന്ന് പറയുന്നത് ഒരു ട്രെയ്റ്റ് ആണ്, ദ്വാർഫ് എന്ന് പറയുന്ന ഒരു ട്രെയ്റ്റ് ആണ്, അല്ലെ മീഡിയം ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ട്രെയ്റ്റ് ആണ്. ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഓ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ട്രെയ്റ്റ് ആണ്, എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ട്രെയ്റ്റ് ആണ്. അപ്പോൾ ട്രെയ്റ്റ് എന്താണ്? ക്യാരക്ടർ തന്നെയാണ്, സംശയമൊന്നുമില്ല. ക്യാരക്ടർ എന്ന് ഉപയോഗിക്കാവുന്നു. പക്ഷേ എന്ത് ക്യാരക്ടറാണ്? ഒരാൾക്ക് കിട്ടിയ ആ എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ട ക്യാരക്ടറിനെയാണ് അവിടെ ട്രെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജനറ്റിക് ടെർമിനോളജിയിലെ 4 ടേംസുകളാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് നോക്കൂ 4 ടേംസും: ഇൻഹെറിറ്റൻസ്, ഹെറിഡിറ്റി, വേരിയേഷൻ, ക്യാരക്ടർ, ട്രെയ്റ്റ്. ഇനി നമുക്ക് അടുത്ത ടേമിലേക്ക് പോവാം. ജീൻ എന്ന് പറയുന്നൊരു ടേമാണ്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി, ഒരു ടേം കൂടി നമുക്കിവിടെ മെൻഷൻ ചെയ്യേണ്ടി വരും. എന്താണത്? ഈ ചാപ്റ്ററിൻ്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നാണല്ലോ. ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന പാരമ്പര്യത്തെക്കുറിച്ചും വ്യതിയാനത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയെ, ഐ മീൻ ദ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ഈസ് ജനറലി കോൾഡ് ആസ്, നമ്മൾ പറയുന്ന പേര് ജനറ്റിക്സ് എന്നാണ്. പലപ്പോഴും എല്ലാവരും, അധ്യാപകരാണെങ്കിലും കുട്ടികളാണെങ്കിലും, ഈ ചാപ്റ്ററിനെ ഇങ്ങനെയല്ല പറയാറ്, ജനറ്റിക്സ് എന്നാണ് പറയാറുള്ളത്. എന്തുകൊണ്ടാണ്? ജനറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ഓർ ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നാണ്. ഇനി അങ്ങനെയൊക്കെ പറയാൻ പ്രയാസമുണ്ടെങ്കിൽ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ? ജനറ്റിക്സ് ഡീൽസ് വിത്ത് ഓർ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ജീൻസ് എന്നും പറയാം. ജീൻസ് എന്നും പറയാം. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ജനറ്റിക്സ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ജീൻസ് ആണ്, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ ആണ്. അപ്പോൾ നമുക്ക് ലോജിക്ക് കിട്ടുന്നുണ്ടാവും. ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റും ജീനും തമ്മിൽ ബന്ധമുണ്ടല്ലോ. എന്താ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കുക. ക്യാരക്ടേഴ്സ് പാരൻസിൽ നിന്നും ഓഫ് സ്പ്രിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിന് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നു. അതിനെ മൊത്തത്തിൽ ജീനുമായി ബന്ധപ്പെടുത്തുന്നു. അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ജനറ്റിക്സിൻ്റെ ലേണിങ്ങിലേക്ക്, അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഇയാൾക്ക് എന്തോ ഒരു ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് വി നീഡ് എ ഡെഫിനിഷൻ ഫോർ ജീൻ എന്ന് പറയാം. എന്താണ് ജീൻ? എങ്ങനെ നിങ്ങൾ ഡിഫൈൻ ചെയ്യും? ചെറിയ ക്ലാസ് മുതലേ ജീൻ നമ്മൾ പറയാറുണ്ട്, പഠിക്കുന്നവർ പറയാറുണ്ട്. ഏത് സ്കൂളിൽ പോകാത്തവനും ചിലപ്പം ജീനിൻ്റെ തകരാറെന്നൊക്കെ പറയാറുണ്ട്. ജീൻ എന്ന് പറയുന്നത് അങ്ങനെ വളരെ എന്താ പറയുക, യൂണിവേഴ്സലായി ആളുകൾ യൂസ് ചെയ്യുന്നൊരു ടേമാണ് ജീൻ എന്ന് പറയുന്നത്. നമുക്കതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു എക്സ്പ്ലെയിൻ ജീൻ ഇൻ ടേംസ് ഓഫ്, ഐ തിങ്ക്, അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് പറയുന്നതായിരിക്കും കുറച്ചുകൂടി സിമ്പിൾ. സാധാരണ കുറച്ചൊക്കെ പഠിച്ച ആളുകൾ പറയുക ജീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി എന്നൊക്കെ പറയും. അങ്ങനെ പറയാറുണ്ട്. പക്ഷെ നമുക്കൊരു ഐഡിയയും കിട്ടില്ല എന്താ അത് സംഭവം, എന്തിൻ്റെയോ യൂണിറ്റ് ആണ്. പക്ഷേ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് ഡിഫൈൻ ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ബിഫോർ ദാറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ മനുഷ്യനെ തന്നെ എടുക്കാം. എൻ്റെ ബോഡി ഈസ് ഫോംഡ് ബൈ സെൽസ്, അല്ലേ? ബേസ്, നമ്മുടെ ശരീരം മുഴുവൻ സെല്ലുകളാണ്, മൊത്തം സെല്ലുകളാണ്. അപ്പോൾ ഒരു സെല്ലിനെ ഒരു യൂണിറ്റാക്കി എടുക്കാം. ഇത് തന്നെയാണ് മൊത്തം ബോഡിയിലുള്ളത്. അപ്പോൾ ഒരു സെല്ലിനെ എടുക്കാം. സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്. അങ്ങനെ പറയാൻ പറ്റും. ഒരാൾക്കൊരു തലയുണ്ടെന്ന് പറഞ്ഞ പോലെയാണ് സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്. എന്ന് പറഞ്ഞാൽ ഈ സെല്ലിലുള്ള എല്ലാ ഫങ്ഷൻസിനെയും റെഗുലേറ്റ് ചെയ്യുന്നത് ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ സെല്ലിനൊരു സെൽ മെംബ്രെയിൻ ഉണ്ട്, സൈറ്റോപ്ലാസം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ദിസ് ന്യൂക്ലിയസ് കൺട്രോൾ എവറി ആക്ടിവിറ്റി ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദ സെൽ. ഇവിടെ എന്താണ് ഈ ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത? ഇപ്പം എൻ്റെ തലയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് തലയിലെ ആരാണ്? തലയിലെ ബ്രെയിനാണ് അത് ചെയ്യുന്നത്. അതുപോലെ ന്യൂക്ലിയസിലെ ആരാണ്?
ന്യൂക്ലിയസിലെ ക്രോമസോമുകളാണ് ഈ സെല്ലിലെ ഫങ്ഷൻസ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ക്രോമസോമിനെ ഒന്ന് മാറ്റി വരയ്ക്കാം. ഇതാണ് ഞാനൊരു ക്രോമസോമിനെ വരയ്ക്കുന്നത്. ക്രോമസോം എപ്പോഴും ഇങ്ങനെയാണോ? അങ്ങനെയൊന്നുമല്ല. ഒരു സെല്ലിലെ ക്രോമസോം എന്ന് പറയുന്നത് ആ സെല്ല് ഡിവിഷൻ വിധേയമാകുമെന്ന്, സെല്ല് പുതിയ സെല്ലിനെ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമാണ് ക്രോമസോമിന് രൂപം വരിക. അല്ലാത്ത സമയത്ത് വേറെ ഷേപ്പൊക്കെയാണ്. തൽക്കാലം നമുക്ക് പരിചയമുള്ള ക്രോമസോം ഇതാണ്. ഈ ക്രോമസോമിലേക്ക് നോക്കാം. സോ എൻ്റെ പോയിന്റ് ശ്രദ്ധിക്കുക, ഈ സെല്ലിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഈ ക്രോമസോമാണ്. അങ്ങനെയാണ് പറഞ്ഞത്. ക്രോമസോം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്താണ്. ഈ ക്രോമസോമുകളിൽ ആരാണ്? ക്രോമസോം എന്ന് പറയുന്നതിൽ ആകെ 2 ആൾക്കാരേ ഉള്ളൂ. ക്രോമസോമിൽ അങ്ങനെ പറയാൻ തൽക്കാലം കേട്ടോ, ചെറിയ വ്യത്യാസങ്ങളൊക്കെ പിന്നെ ഉയർന്ന ക്ലാസ് പഠിക്കും. ഒരാൾ ഇപ്പം ഞാൻ വരച്ചിരിക്കുന്ന ഈ റിബൺ പോലെ വരച്ചിരിക്കുന്ന സാധനമാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഇങ്ങനെ കാണിക്കാം. ഇയാൾ കൂടാതെ പിന്നെ ഇങ്ങനെ ഒരു സാധനം കൂടിയാണ്. 2 സംഭവങ്ങളാണ്. ആ റിബൺ പോലെ വരച്ചിരിക്കുന്ന ആരാ? എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. DNA ആണ്. ഈ കുത്തിയിട്ടിരിക്കുന്നത് എന്താ? പ്രോട്ടീനാണ്. ഇത്രയേ ഉള്ളൂ. DNA-യും പ്രോട്ടീനുമാണ് ക്രോമസോമിലുള്ളത്. DNA മാത്രമാണെങ്കിൽ ക്രോമസോം എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. DNA-യും പ്രോട്ടീനും കൂടി ചേർത്ത സ്ട്രക്ചറിനെയാണ് ക്രോമസോം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ജീനിനെ ഡിഫൈൻ ചെയ്യാനാണ് പോകുന്നത്. ജീൻ എവിടെയാണ് കാണുന്നത്? ജീൻ എന്ന് പറയുന്നത് DNA-യുടെ ഒരു സെഗ്മെൻ്റാണ്. ഇതാണ് DNA. ഒരു ക്രോമസോമിൽ എത്ര DNA ഉള്ളത്? ഒരൊറ്റ DNA ഉള്ളത്. ഇതാണ് DNA. ഒരു DNA ആണ് ഒരു ക്രോമസോമിലുള്ളത്. അക്കോർഡിംഗ് ടു യൂണിനിയം കോൺസെപ്റ്റ് എന്ന് പറയും, ഒരു ക്രോമസോമിൽ ഒരു DNA ആണുള്ളത്. അപ്പം ഈ ഒരു DNA-യിൽ ജീൻ എവിടെയാണ് കാണുക? ജീൻ എന്ന് പറയുന്നത് ഈ DNA-യുടെ ഒരു പോർഷൻ ഇതൊരു ജീനായിരിക്കും, അടുത്ത പോർഷൻ മറ്റൊരു ജീനായിരിക്കും, അടുത്ത പോർഷൻ അടുത്ത ജീനായിരിക്കും. അങ്ങനെ ഒരു ക്രോമസോമിലെ DNA-യുടെ ഓരോ ഭാഗം ഓരോ ജീനുകളായി ആക്ട് ചെയ്യുന്നു. അപ്പം നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിലെ വലിയൊരു ബിൽഡിംഗ് ആണ് പുറമെ നോക്കും, പക്ഷേ ഓരോ ക്ലാസ് റൂമുകളും ഓരോ യൂണിറ്റായിട്ട് ആക്ട് ചെയ്യുന്നു സ്കൂളിൻ്റെ. അതുപോലെ ഒരു DNA-യുടെ ഓരോ ഭാഗം ഓരോ ജീനുകളാണ്. അപ്പോൾ ഞാനിങ്ങനെ വരച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ച് കാണും 3, 4, 5 ഒരു 6 ജീനൊക്കെ ഒരു ക്രോമസോമിൽ ഉണ്ടാവുന്നു. അത് എൻ്റെ ലിമിറ്റേഷനാണ് അങ്ങനെ കാണിച്ചത്. അങ്ങനെയല്ല, ഒരു ക്രോമസോമിൽ തൗസൻഡ്സ് ഓഫ് ജീൻസ് ഉണ്ടാകും. ഒരു സെല്ലിൽ, ഒരു മനുഷ്യൻ്റെ സെല്ലിൽ എത്ര ക്രോമസോംസാണ് ഉള്ളത്? ഒരു മനുഷ്യൻ്റെ സെല്ലിൽ 46 ക്രോമസോംസ് ആണുള്ളത്. 46 ക്രോമസോംസ് ആണുള്ളത്. 23 ജോഡി ക്രോമസോംസ് ആണുള്ളത്. ഈ 46 ക്രോമസോംസിലും കൂടിയ എത്ര ജീനുകൾ ഉണ്ടെന്നറിയോ? ഒരു ക്രോമസോമിൽ ആയിരക്കണക്കിന് ജീൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓൾമോസ്റ്റ് 25,000 മുതൽ 30,000 30,000 ജീൻസ് ആണ് ഒരു ഹ്യൂമൻ ബോഡി സെല്ലിലുള്ളതെന്ന് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. 25,000 to 30,000 എന്ന് പറയുന്നതാണ് ഒരു സെല്ലിലെ 46 ക്രോമസോംസിലും കൂടിയായിട്ട് ഉള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 46 ക്രോമസോംസിൽ 30,000 ജീൻസ് എന്ന് പറയുമ്പോൾ 46 എന്ന് ശരിക്കും പറയുന്നത് 23 ആണ്. ബാക്കി 23 അതിൻ്റെ ജസ്റ്റ് കോപ്പിയാണ്. അപ്പോൾ 23 സെറ്റാണ് ശരിക്കും. അപ്പോൾ അതിൽ 23 എണ്ണത്തിൽ 30,000 എന്ന് പറയുമ്പോൾ 1000-ലധികം ജീനുകൾ ഒരു ക്രോമസോമിൽ ഉണ്ടാകും. അപ്പോൾ നോക്കണേ, അപ്പോൾ ജീൻ എന്ന് പറയുന്നത് എന്താണ്? DNA-യുടെ ഒരു കഷണമാണ്, ഒരു പീസാണ്, ഒരു സെഗ്മെൻ്റാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു സെഗ്മെൻ്റാണ്. അപ്പോൾ ജീനിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ സെഗ്മെൻറ്റ് ഓഫ് DNA. അങ്ങനെ പറയുമ്പോഴും ഇതിൻ്റെ ഒരു ഭാഗം ജീനാണ്, അടുത്ത ഭാഗം വേറെ ജീനാണ്, അടുത്ത ഭാഗം വേറെ ജീനാണ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ അടിസ്ഥാനം? അത്രയേ ഉള്ളൂ. ഈ ഓരോ പറയുന്ന പീസും, ഈ ഓരോ സെഗ്മെൻറ്റും ഈച്ച് സെഗ്മെൻറ്റ് വാട്ട് വി കോൾ നൗ ആസ് ജീൻ, ഈ ഓരോ കഷ്ണത്തിനും എന്തുണ്ട്? ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ക്യാൻ റെഗുലേറ്റ് ഓർ ഇറ്റ് ക്യാൻ ഒരു ക്യാരക്ടറിനെ നിയന്ത്രിക്കാനുള്ള അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യിക്കുവാനുള്ള കഴിവുള്ള DNA-യുടെ ഒരു ഭാഗത്തെയാണ് ജീൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജീൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സെഗ്മെന്റ് ഓഫ് DNA ദാറ്റ് ഹാസ് ഇൻഫർമേഷൻ ടു കൺട്രോൾ എ പർട്ടിക്കുലർ ക്യാരക്ടർ. സോ ഇതൊരു കഷ്ണം, ഇതൊരു ജീനാണ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ഇൻഫർമേഷൻ ഇൻസൈഡ് ഇറ്റ്. ഇതിനകത്തൊരു ഒരു രഹസ്യമുണ്ട്, ഒരു വിവരമുണ്ട്, ഒരു കോഡഡ് ഇൻഫർമേഷൻ ഉണ്ട്. ദാറ്റ് ഇൻഫർമേഷൻ ഈസ് ഹാവിങ് ദ എബിലിറ്റി ടു കൺട്രോൾ ദ ക്യാരക്ടർ. അപ്പം ഒരു വ്യക്തിയുടെ ഫിസിയോളജിക്കലോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ എന്തൊക്കെ നടക്കണം തീരുമാനിക്കുന്ന ഇൻഫർമേഷൻ ഇതിനകത്തുണ്ട്. ഈ പറയുന്ന ഒരു സെഗ്മെൻറ്റിനകത്തുണ്ട്. അടുത്ത സെഗ്മെൻറ്റിൽ വേറെ ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ ആ ക്യാരക്ടർ വേറെ ആയിരിക്കും. അങ്ങനെ
തൗസൻഡ്സ് ഓഫ് ജീൻസ് ഉണ്ടെങ്കിൽ തൗസൻഡ്സ് ഓഫ് ക്യാരക്ടേഴ്സും നമുക്കുണ്ടാകും. അപ്പം ഒന്നും കൂടി നമുക്ക് അത് ആ ഭാഗം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ജീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെഗ്മെന്റ് ഓഫ് DNA ദാറ്റ് ഹാസ് ഇൻഫർമേഷൻ ടു കൺട്രോൾ എ പർട്ടിക്കുലർ ക്യാരക്ടർ എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി ബേസിക് യൂണിറ്റ് ഓഫ് ഹെറിഡിറ്റി എന്ന് പറഞ്ഞത്. ക്യാരക്ടർ കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ജീൻ കിട്ടുമ്പോഴാണ്, ജീനിലാണ് ഇൻഫർമേഷൻ ഉള്ളത് ക്യാരക്ടറിൻ്റെ. അപ്പം ജീൻ കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴാണ് ക്യാരക്ടർ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇതൊരു ഇൻട്രൊഡക്ഷനാണ്. ആൻഡ് ഐ ടോൾഡ് യു ഇൻ ദ ബിഗിനിങ് നമ്മൾ ഈ പറയുന്ന ടെർമിനോളജി ഇങ്ങനെ ഡയറക്റ്റായിട്ട് പറയുന്ന സമയത്ത് യു വിൽ ഹാവ് സം ലിമിറ്റേഷൻസ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ബട്ട് ഹോപ്പ് നമ്മൾ മറ്റ് ഡീറ്റെയിൽസിലേക്ക് എക്സാമ്പിൾസിലേക്ക് പോകുന്ന സമയത്ത് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ. ഇതാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ഒരു ടേമുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. നോക്കിക്കോ, ഇവിടെ മറ്റൊരു ടേമിലേക്ക് പോവുകയാണ്. ഏതാ ടേം? നോക്കിക്കോണേ, അലീൽ എന്ന് പറയാം. അലീൽ, അലീൽ. നോക്കൂ, സെവൻത്ത് ടേം എന്ന് പറയുന്നത് അലീലാണ്. അലീൽ എന്ന് പറയുന്നതിന് നമുക്ക് വേണമെങ്കിൽ അലീലോമോർഫ് എന്നും പറയാം. അലീലോമോർഫ്. നേരത്തെ ക്യാരക്ടർ ട്രേറ്റ് നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കും, ഇൻഹെറിറ്റൻസ് ആൻഡ് ഹെറിഡിറ്റി നമുക്ക് കൺഫ്യൂസിങ് ആയിരിക്കും എന്ന് പറഞ്ഞതുപോലെ അലീൽ, ജീൻ എന്നിവ കുറച്ച് കൺഫ്യൂസിങ് ആണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അലീലിനെ NCERT ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ജീൻസ് വിച്ച് കോഡ് ഫോർ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ് എന്നാണ് പറയുന്നത്. ജീൻസ് വിച്ച് കോഡ് ഫോർ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്, അതിനെയാണ് അലീൽസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഒന്നും മനസ്സിലാവാനുള്ള സാധ്യതയില്ല. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നമുക്ക് ഇങ്ങനെ പറയാം, ഒരു വ്യക്തിയിൽ ഓരോ സെല്ലിലെയും ക്രോമസോമുകൾ എന്ന് പറയുന്നത് പെയറായിട്ടാണ് കാണുന്നത്, ജോഡിയായിട്ടാണ് കാണുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല, ജോഡിയായിട്ടാണ് കാണുക. ഇതൊരു ജോഡിയാണ്. ഇപ്പം എനിക്ക് 46 23 ജോഡി ക്രോമസോംസ് ഉണ്ടെങ്കിൽ ഇത് ഫസ്റ്റ് പെയറാണ്. ഇത് അടുത്ത പെയറാണെങ്കിൽ സെക്കൻഡ് പെയർ, അടുത്തത് തേർഡ് പെയർ, ഇങ്ങനെ പറയാം. നമ്പർ ഉണ്ട് കേട്ടോ, ഈ ക്രോമസോമിൻ്റെ ഒരു നമ്പറിങ് ഉണ്ട്. 23 ജോഡി ഏതെങ്കിലും ഒന്നൊന്നും വിളിക്കാൻ പറ്റില്ല. സെല്ലിൽ പല ഭാഗത്തായിട്ടാണ്, ന്യൂക്ലിയസിൽ പല ഭാഗത്തായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടതെങ്കിലും അതിൻ്റെ സൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്പർ ചെയ്തിരിക്കുന്നത്. സോ ഏറ്റവും വലിയ ക്രോമസോം എന്ന് പറയുന്നത് ക്രോമസോം 1 ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജീൻസും ക്രോമസോം 1-ലായിരിക്കും. അതുപോലെ അപ്പോൾ ഇവിടെ 23 ജോഡി 23 പെയർ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ജോഡിയാണിത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിളാണ്, ഒരിക്കലും ശരിയായ ഒരു ഫാക്റ്റ് പറയുകയല്ല. നോക്കിക്കോ, ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇത് ഒന്നാമത്തെ ക്രോമസോമാണ്. എൻ്റെ ബോഡിയിൽ ഏതോ ഒരു സെല്ലിൽ ഒന്നാമത്തെ ക്രോമസോമാണ്. അപ്പോൾ ഇയാളുടെ ജോഡിയാണ് ഇതെന്ന് പറയുന്നത്. എന്താ ഇവരുടെ പ്രത്യേകത നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ജീനുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ജീനുണ്ട് വിചാരിച്ചു. ഇതൊരു ജീനാണ്. ജീനിൻ്റെ പേര് A എന്നാന്ന് വിചാരിച്ചു. A എന്ന് പറയുന്ന ജീൻ. ഈ ജീൻ ഹാസ് this A gene has information to control the shape of the nose എന്ന് വിചാരിക്കും. മൂക്കിൻ്റെ ആകൃതി, എൻ്റെ മൂക്കിൻ്റെ ആകൃതി തീരുമാനിക്കുന്ന ജീനാണ് ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ജോഡി ക്രോമസോം ഉണ്ടല്ലോ, ഇയാളുടെ പെയറുണ്ടല്ലോ, ഈ ക്രോമസോമിൻ്റെ ഇതേ സ്ഥലത്ത്, ഇതേ പൊസിഷനിൽ ഇതേ പൊസിഷനിൽ ആരായിരിക്കും എന്നറിയോ? ഇതേ പൊസിഷനിൽ ആരായിരിക്കും? ഇത് നോസ് ഷേപ്പ് തീരുമാനിക്കുന്ന ജീനാണെങ്കിൽ ഇവിടെയും നോസ് ഷേപ്പ് തീരുമാനിക്കുന്ന ജീൻ തന്നെയായിരിക്കും. അതിലൊരു സംശയവുമില്ല. ഇതിപ്പോൾ നമ്മുടെ സ്കിൻ കളർ തീരുമാനിക്കുന്നതാണെങ്കിൽ ഇവിടെയും സ്കിൻ കളർ തീരുമാനിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ക്രോമസോമിൽ ജീൻ ലൊക്കേറ്റ് ചെയ്യുന്ന പ്ലേസ് മാറുന്നില്ല എല്ലാവരിലും. ഇപ്പോൾ എൻ്റെ ഒന്നാമത്തെ ക്രോമസോമിൽ ഫസ്റ്റ് പൊസിഷനിലാണ് നോസ് ഷേപ്പ് എങ്കിൽ നിങ്ങളുടെയും ഒന്നാമത്തെ ക്രോമസോമിലെ ഫസ്റ്റ് പൊസിഷനിൽ നോസ് ഷേപ്പ് തീരുമാനിക്കുന്നത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ജീൻ പെയറിൽ മാത്രം കേട്ടോ. എന്നാൽ സെക്കൻഡ് പെയറിൽ അങ്ങനെയല്ല. സെക്കൻഡ് പെയറിൽ അനദർ സെറ്റ് ഓഫ് ജീൻസ് ആണ്. ഇവിടെയുള്ള ജീൻ എന്ന് പറയുന്നത് അവിടെ ഒരു ജീൻ ഉണ്ടെങ്കിൽ ഈ ജീൻ ഒരിക്കലും നോസ് ഷേപ്പ് തീരുമാനിക്കുന്നതല്ല. ഇത് മറ്റൊരു ക്യാരക്ടർ തീരുമാനിക്കുന്ന ജീനായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇത് സ്കിൻ കളർ തീരുമാനിക്കുന്നതാണെങ്കിൽ അയാളുടെ ജോഡിയിൽ ഇവിടെ സ്കിൻ കളർ തീരുമാനിക്കുന്നതായിരിക്കും.
ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മറ്റൊരു ക്യാരക്ടർ ഹൈറ്റ് തീരുമാനിക്കുന്നതാണെങ്കിൽ ഇവിടെയും ഹൈറ്റ് തീരുമാനിക്കുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ഹെയർ കളർ തീരുമാനിക്കുന്നത്, ഇവിടെയും ഹെയർ കളർ തീരുമാനിക്കുന്നതായിരിക്കും. എന്താ അതിൻ്റെ പ്രത്യേകത? ഈ പെയർ ഓഫ് ക്രോമസോംസ് ഇല്ലേ, നമ്മുടെ ബോഡിയിൽ ഓരോ സെല്ലിലും കാണുന്ന പെയർ 23 ജോഡിയിലെ ഓരോ പെയറിൻ്റെയും പ്രത്യേകത എന്താണെന്നറിയോ? വൺ ഓഫ് ദ പെയർ എന്ന് പറയുന്നത് വൺ കെയിം ഫ്രം ദ ഫാദർ ആൻഡ് അനദർ വൺ കെയിം ഫ്രം ദ മദർ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാലോ. മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും വരുമ്പോൾ മെയിൽ ഗ്യാമീറ്റിൽ നമ്മളൊക്കെ ഫോം ചെയ്യുന്ന ആദ്യഘട്ടമാണ് പറയുന്നത്. നമ്മളുണ്ടാകുന്ന സൈഗോട്ട് നിന്നാണല്ലോ ആദ്യം ഉണ്ടായത്. അപ്പോൾ സൈഗോട്ട് ഒരു സെല്ലാണ്. സൈഗോട്ടിന് മുമ്പേ നമ്മുടെ അവസ്ഥ മെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ ഗ്യാമീറ്റുമാണ്. മെയിൽ ഗ്യാമീറ്റിൽ 23 ക്രോമസോംസും ഫീമെയിൽ ഗ്യാമീറ്റിൽ 23 ക്രോമസോംസുമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ 23 ക്രോമസോംസും ഉള്ള ഗ്യാമീറ്റ് യുണൈറ്റ് ചെയ്ത് സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ 46 ക്രോമസോംസ് ആയി. ആ 46 എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ അച്ഛൻ്റെ ഒന്നാമത്തെ ക്രോമസോമും അമ്മയുടെ ഒന്നാമത്തെ ക്രോമസോമും, അച്ഛൻ്റെ രണ്ടാമത്തെ ക്രോമസോമും അമ്മയുടെ രണ്ടാമത്തെ ക്രോമസോംസ്, ഇങ്ങനെയാണ് പെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ അതിൻ്റെ കോപ്പീസാണ് നമ്മുടെ ബോഡിയിലുള്ള മുഴുവൻ സെൽസും. സൈഗോട്ട് എന്ന് പറയുന്ന സെല്ലിൻ്റെ കോപ്പീസാണ് എല്ലാ ബോഡിയിലെ മൊത്തം സെൽസും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈച്ച് സെൽ അത് വല്ലാത്തൊരു നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഭയങ്കര ഡെപ്തുള്ളൊരു കോൺസെപ്റ്റാണത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈച്ച് ബോഡി സെൽ ഹാസ് എന്താ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഹാഫ് പാർട്ട് എന്ന് പറയുന്ന മദറും ഹാഫ് പാർട്ട് എന്ന് പറയുന്ന ഫാദറുമാണ്. മനസ്സിലാവുന്നു? അപ്പോൾ ഈ ഒരു ജോഡിയിൽ ഒന്ന് അച്ഛൻ്റെ ക്രോമസോമും ഇതോ ആവാം, ഒന്ന് അച്ഛൻ്റേതും ഒന്ന് അമ്മയുടേതുമാണ്. അപ്പോൾ അച്ഛൻ നോസിൻ്റെ ഷേപ്പിൻ്റെ ജീൻ തരുമ്പോൾ അമ്മയും നോസ് ഷേപ്പിൻ്റെ ജീൻ തരും. പക്ഷേ അതൊന്ന് എന്താ പറയുക, ചിലപ്പം ഒരു ഇലോങ്ങേറ്റഡ് നോസ് ആയിരിക്കാം, മറ്റൊന്ന് റൗണ്ട് ആയിരിക്കാം, ഷേപ്പ് ഏതുമാകാം, സ്കിൻ കളർ ഏതുമാകാം, ട്രെയ്റ്റ് ഏതുമാകാം, പക്ഷേ ക്യാരക്ടർ ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്നൊരു ബേസിക് കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുകയാണ്. ഇതൊരു യൂണിവേഴ്സൽ കോൺസെപ്റ്റ് ഒന്നുമല്ല. ഈച്ച് ക്യാരക്ടർ ഇൻ ആൻ ഓർഗാനിസം ഈസ് കൺട്രോൾഡ് ബൈ എ പെയർ ഓഫ് ജീൻസ് എന്ന് പറയാം. എ പെയർ ഓഫ് ജീൻസ് അല്ല, അങ്ങനെയല്ലേ? ഇപ്പം എനിക്ക് ക്രോമസോമുകൾ ജോഡിയായിട്ടാണ് കാണുന്നതെങ്കിൽ ജീനുകളും ജോഡിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്, ഇപ്പോൾ ഇത് നോസ് ഷേപ്പ് ആണെങ്കിൽ ഇതും നോസ് ഷേപ്പ് എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത് എ പെയർ ഓഫ് ജീൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ആ ജീൻസിൻ്റെ പ്രത്യേകത എന്താണ്? ക്രോമസോമിൽ ഒരേ പൊസിഷനിലാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ആ പൊസിഷനെ പറയുന്ന ടേം നമുക്ക് 8ാമതായിട്ട് എഴുതി വെക്കാം. ഇങ്ങനെയാണ് പറയുക, ലോക്കസ് എന്നാണ് പറയുക. എന്താണ് ലോക്കസ്? ലോക്കസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പോയിന്റ് ഓർ ഇറ്റ് ഈസ് ദ സ്പോട്ട് ഓർ ഇറ്റ് ഈസ് എ പൊസിഷൻ ഓൺ ക്രോമസോം where the gene is located. ജീൻ ലൊക്കേറ്റ് ചെയ്യുന്ന ക്രോമസോമിൻ്റെ പൊസിഷനെയാണ്, ക്രോമസോമിലെ പൊസിഷനെയാണ് ലോക്കസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അലീൽസ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അലീൽസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് എ സിംഗിൾ ജീൻ. ഒരു ജീനിൻ്റെ ഓൾട്ടർനേറ്റ് ഫോംസ് ആണ്. ഒരു ജീനാണ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിൻ്റെ ജീനാണ്, 2 ഫോമാണ്, 2 വ്യത്യസ്ത, ചിലപ്പോൾ ഇത് വ്യത്യസ്ത ട്രേറ്റ് ആവാന്നാണ് പറയുന്നത്. അപ്പം ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് എ സിംഗിൾ ജീൻ ഓർ ഓൾട്ടർനേറ്റ് ഫോംസ് ഓഫ് എ ജീൻ which control a particular character and found on the similar loci of ആരാ ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് നമുക്ക് പറയാം. ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയാം. ആരാണ് ഈ ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ? മോർഫോളജിക്കലി സിമിലർ ആയ ഒരേ ജീനുകളെ, ഒരേ ക്യാരക്ടേഴ്സിൻ്റെ ജീനുകളെ ക്യാരി ചെയ്യുന്ന, ഒന്ന് അച്ഛനിൽ നിന്നും ഒന്ന് അമ്മയിൽ നിന്നും കിട്ടിയിരിക്കുന്ന എ പെയർ ഓഫ് ക്രോമസോംസിനെയാണ് ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയുന്നത്. ആ ഹോമോലോഗസ് ക്രോമസോംസിൽ ഒരേ ലോക്കസിലുള്ള, ഒരേ പൊസിഷനിലുള്ള എ പെയർ ഓഫ് ജീൻസിനെയാണ് നമ്മൾ അലീൽസ് അല്ലെങ്കിൽ അലീലോമോർഫ്സ് എന്ന് പറയുന്നത്. ഈ അലീൽ അല്ലെങ്കിൽ ജീൻ ലൊക്കേറ്റ് ചെയ്യുന്ന പ്ലേസിനെയാണ് നമ്മുടെ ലോക്കസ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇൻഹെറിറ്റൻസ്, ഹെറിഡിറ്റി, വേരിയേഷൻ, ക്യാരക്ടർ, ട്രെയ്റ്റ്, ജീൻ, അലീൽ ഓർ അലീലോമോർഫ്, ലോക്കസ്. നമ്മളിപ്പോൾ ജനറ്റിക് ടെർമിനോളജി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിലെ 10 ടോപ്പിക്സിലെ ഫസ്റ്റ് ടോപ്പിക്കിലെ പകുതിയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആവർത്തിച്ച് കേൾക്കുക. ടെക്സ്റ്റ് ബുക്കിൽ പല ഭാഗത്തായിട്ടായിരിക്കും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, നിങ്ങൾ എന്ത് ചെയ്യുക, അത് എന്നെ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത് വഴി കുറച്ചുകൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.